ആ ചേച്ചി. എടി മോളെ സുഖാണോ? ആ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. എടി ഞാനേ രാകേഷിന്റെ ഇൻസ്റ്റയിൽ ഒരു പിക്ക് കണ്ട്. ആ അതവരിപ്പോ ടൂർ പോയത് ചേച്ചി, ഓഫീസിൽ നിന്ന് എല്ലാരും കൂടെ. ഓ അതൊക്കെ ശരി. പക്ഷെ മോളെ ശ്രദ്ധിച്ചോ? അതിലൊരു പിക്ക് ഒരാളൊക്കെ ഉണ്ട്. നീ ശ്രദ്ധിച്ചേ, എല്ലാ പിക്കിലും അവൾ അവന്റെ അടുത്ത് തന്നെയുണ്ട്. അതത്ര ശരിയൊന്നും അല്ല. ആ ചേച്ചി ഞാൻ നോക്കാം. ചായ. ഈ കുട്ടി ഓഫീസിൽ പുതിയതാ? എടി ഇവള് കോളേജിന്റെ ജൂനിയർ ആയിരുന്നു. ഒരു 5-6 വർഷമായി ഞങ്ങൾ കണ്ടുകൊണ്ടിട്ട്. ഇപ്പൊ ഇവിടുന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി പെട്ടെന്ന്. നല്ല അടുപ്പാന്ന് തോന്നൂല്ലേ? പഠിക്കുന്ന സമയത്ത് നല്ല കമ്പനി ആയിരുന്നു, പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. എടി ഞാൻ കുറച്ചേരം രാകേഷിനെ വിളിക്കുകയാണ്, അവൻ ബിസി ആണല്ലോ. ആ ചേച്ചി അത് ആൾക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ട്, അതാ. നീ അവൻ പറയണ വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നോ പെണ്ണെ? നീ ഇങ്ങനെ പാവാവല്ലേ. ഞാനിപ്പോ എന്താണെന്നാ ചേച്ചി പറയണേ? നീ അവന്റെ ഫോൺ ഒന്ന് അരിച്ചു വെക്ക്. ഡിലീറ്റഡ് ഫോട്ടോസ് പോലും നോക്കണേ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഈ ആണുങ്ങളൊക്കെ കള്ളന്മാരാ. ഞാനത് നോക്കിയിരുന്നു. അത് വലിയ പ്രശ്നമില്ല, നമുക്ക് തിരുത്താവുന്നുള്ളൂ, വലിയ ഇഷ്യൂ ഒന്നല്ല. ഇതെന്താ എന്റെ ഫോണിൽ പരിപാടി? അത് ഞാൻ പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഈ ഫോൺ ചെക്ക് ചെയ്ത് എന്താ കുഴപ്പം? നീ നോക്കി എനിക്കെന്താ കുഴപ്പം? എടി എന്റെ ഫോണിന്റെ പാസ്വേഡൊക്കെ നിനക്ക് അറിയണതല്ലേ, എനിക്കൊന്നും ഒളിപ്പിക്കാനൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ഈ ഒളിച്ചും പാത്തൊക്കെ നിന്റെ ഈ ഫോൺ ചെക്കിങ്. എന്താ കാര്യം എന്താ? അത് എന്നോട് അനുചേച്ചി പറഞ്ഞു. ഓ ഇതേ വിളിക്കണം നിന്റെ അനുചേച്ചി. നീ ഫോൺ എടുക്ക്, എനിക്കൊന്ന് കേൾക്കണം നിന്റെ അനുചേച്ചി എന്താ പറഞ്ഞത്. ഹലോ ചേച്ചി. ഹലോ മോളെ, എന്തായി? ഞാൻ പറഞ്ഞ നോക്കൂ. ഞാനേ ബാക്കി നിങ്ങളോട് വിളിച്ച് പറഞ്ഞുതരാം കേട്ടോ. എടി എനിക്ക് നിന്റെ ആ നേരത്തെ പെരുമാറ്റം കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നു കേട്ടോ. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എടി മോളെ, നമ്മുടെ ജീവിതമേ നമ്മുടെ മാത്രം. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പലതും പറയും, അവർ ആ വഴിക്ക് പോവുകയും ചെയ്യും. ഈ കുടുംബ ബന്ധങ്ങളെ നല്ല സ്ട്രോങ് ആയിട്ട് പോകണമെങ്കിലേ പരസ്പരം ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം. മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് ചോദിക്കണം. അതല്ലാതെ മൂന്നാമതൊരാൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബന്ധം തകർന്നു പോകും. എടി നീ എന്നോട് എന്തെങ്കിലും ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിനക്ക് വേറെ ആളുകൾ ഉൾപ്പെടുത്താം. ഇതല്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് താറുമാറായിപ്പോൾ. കുറച്ച് ദിവസമായിട്ട് നിൻ്റെ മനസ്സിൽ അനുചേച്ചിയാ. ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആകെ ഡിസ്റ്റർബ്ഡായിരുന്നു. നീയേ ആ പഴയ നീയായിട്ട് ഇരുന്നാൽ മതി. സോറി, ഞാൻ പെട്ടെന്ന് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു.